ഇപ്പോൾ സമയം വൈകിട്ട് 5:30. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിലേക്കാണ്. പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ദൂരമൊന്നും ഇല്ല കേട്ടാ. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് ബാക്കിലായിട്ട് പുതിയൊരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നിട്ടാണ് നമ്മൾ പോണത്. പോണ വഴിക്ക് കാണുന്ന കാഴ്ചയാണിത്. എത്ര വൃത്തിയായിട്ടാണല്ലേ ഈ സ്ഥലം കിടക്കുന്നത്. ഈ സൈഡ് കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഡസ്റ്റ്ബിന്നുകൾ ഇവിടെ അടുത്തടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേസ്റ്റ് കളയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അടുത്തടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എൻട്രൻസ് ഫീ ഇല്ല എന്നുള്ളതാണ്. നാട്ടിലൊക്കെ പാർക്കിൽ പോകാൻ കുട്ടികൾക്കായിരിക്കും ഇൻട്രസ്റ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുട്ടികളെക്കാളും താല്പര്യം നമുക്കായിരിക്കും. കാരണം നമുക്ക് കുറേ നടക്കാനും അതുപോലെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാനും ഇനി കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വന്നിരിക്കാനും ഇനി ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വരെ ഇവിടെയുണ്ട്. പുതിയ പാർക്കായതുകൊണ്ട് കഫ്റ്റീരിയകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചായ ഇടാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലിയും ഇല്ല, എൻട്രൻസ് ഫീയും ഇല്ല, ചായൻ്റെ കാശ് പോലും വേണ്ട. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഇന്നത്തേത്. ഞങ്ങളിവിടെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും മണ്ണോ മണലോ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ അതിൽ നിന്ന് എണീക്കൂല. കുറച്ച് സമയം കൂടി ഇരിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും തണുപ്പ് അതിന് സമ്മതിക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥ തൽക്കാലത്തേക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളും അനുഭവങ്ങളും കഥകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.